ഇന്ന് മിനി കട്ട് സീരീസിൻ്റെ 10ാം ദിവസമാണ്. രാവിലെ തന്നെ വെയിറ്റ് നോക്കി ഓട്സും കഴിച്ച് ജിമ്മിലോട്ട് പോയി. ഇന്ന് നടന്നാണ് പോയത്. കാരണം ഒരു ദിവസം മിനിമം 10K സ്റ്റെപ്സ് എങ്കിലും റീച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി തൊട്ട് പറ്റുന്ന ദിവസങ്ങളെല്ലാം നടന്ന് തന്നെ ജിമ്മിലോട്ട് പോകാൻ തീരുമാനിച്ചു. വീട്ടിൽ നിന്നും ഏകദേശം 20-25 മിനിറ്റ് നടന്നാൽ ജിമ്മിലെത്തും. രാവിലെ സൂര്യപ്രകാശമൊക്കെ കൊണ്ട് ജിമ്മിലെത്തി. ഇന്ന് ലെഗ് ഡേ ആയിരുന്നു. വാമപ്പിനും സ്ട്രെച്ചിങ്ങിനും ശേഷം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇന്നും സ്ലോ പേസ്ഡ് ആയിട്ടുള്ള വർക്കൗട്ട് തന്നെയാണ് ഫോക്കസ് ചെയ്തത്. കാരണം സ്റ്റിൽ ഞാൻ ഫോളോ ചെയ്യുന്നത് വെയിറ്റ് റെസിസ്റ്റൻസ് ട്രെയിനിങ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ വെയിറ്റ് മൂവ്മെൻറ്റ്സും വളരെ സ്ലോ ആയിട്ട് ഫീൽ ചെയ്ത് തന്നെ ചെയ്യാനായിട്ട് ഇന്ന് മാക്സിമം ട്രൈ ചെയ്തു. ഇങ്ങനെ ചെയ്യുന്ന വഴിയായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ സ്റ്റാമിന ഗ്രാജുവലി ഇമ്പ്രൂവ് ആകുന്നുണ്ട്. ഓരോ റെപ്പും എൻ്റെ ഫെയിലറിൽ നല്ലതുപോലെ ഹിറ്റ് ചെയ്ത് തന്നെ ഫിനിഷ് ചെയ്യാൻ സാധിച്ചു. തിരിച്ച് വീട്ടിലേക്ക് നടന്നു. നല്ല വെയിലായിരുന്നു. വെയിൽ ചതിക്കുമെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ കയ്യിലൊരു കുട കരുതിയിരുന്നു. അങ്ങോട്ട് പോയപ്പോൾ വെയിൽ കിസ് ചെയ്തെങ്കിൽ ഇങ്ങോട്ട് നമ്മൾ കെട്ടി അങ്ങ് കൊണ്ടുപോയിരുന്നു. ഇന്നലെ ഉച്ചവരെ നന്നായിട്ട് തെളിഞ്ഞു കിടന്ന കുളമായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം പെയ്ത കനത്ത മഴയിൽ കുളം ആകെ കലങ്ങി മറിഞ്ഞു കിടക്കുവാണ്. വീട്ടിലെത്തി ബ്രെഡ് ഓംലെറ്റ് കഴിച്ചു. ബ്രെഡിൽ പൊതുവെ കാർബൺ ഫാറ്റും ഒക്കെ കുറവാണ്. അതിനുശേഷം ക്രിയാറ്റിൻ കുടിച്ചു. ഇത് ജസ്റ്റ് നിങ്ങളെന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്തതേ ഉള്ളൂ. ആരും ഇങ്ങനെ ചെയ്യരുത്. നല്ലതുപോലെ ഷെയ്ക്കറിൽ ഷെയ്ക്ക് ചെയ്ത് തന്നെ ക്രിയാറ്റിൻ കുടിക്കുക. സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് കഴിച്ചിരുന്ന ഓറഞ്ച് മിഠായിയുടെ അതേ ടേസ്റ്റാണ് ഈ ട്രോപ്പിക്കൽ ടാങ്കോ എന്ന ഫ്ലേവറിലുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വീക്കെൻഡ് ചെക്കിൻസിനായിട്ട് ഒരു മെഷർമെൻറ്റ് ടേപ്പും അതുപോലെ കാലിപ്പറും മേടിച്ചു. അത് രണ്ടും ആൻസർ തന്നെ അൺബോക്സ് ചെയ്ത് തന്നു. ഉച്ചയ്ക്ക് ഹോളെക്സും ചോറും മീനും കേബേജുമാണ് കഴിച്ചത്. ഇന്ന് മാക്സിമം ഞാൻ കാർബ്സ് കുറച്ചെടുക്കാനും ട്രൈ ചെയ്തത്. അതിൻ്റെ കാരണം നാളെ പറയാം. ഭക്ഷണത്തിന് ശേഷം മാക്സിമം നടക്കാൻ ട്രൈ ചെയ്തു. ഇന്നും എനിക്ക് 10K റീച്ച് ചെയ്തേ പറ്റൂ. മാക്സിമം 10K സ്റ്റെപ്സ് റീച്ച് ചെയ്യുക, ഇത് തന്നെയാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഗോള്. ഇന്ന് രാവിലെ വീട്ടിലെ തേങ്ങ വെട്ടിയിരുന്നു. അതെല്ലാം പിറക്കി ഒരിടത്ത് അടുക്കിക്കൊണ്ട് വെച്ചു. ഓരോ ഭക്ഷണം എടുക്കുമ്പോഴും അതെല്ലാം ചെക്കിൻ ചെയ്ത് അതിൻ്റെ മാക്രോസ് നോക്കിയാണ് കഴിച്ചിരുന്നത്. പാലും ഈന്തപ്പഴവും പഴവും അതോടൊപ്പം തന്നെ വേ പ്രോട്ടീനും ഒക്കെ ചേർത്ത് നല്ല അടിപൊളി ഷേക്ക് ഉണ്ടാക്കി കുടിച്ചു. ഇന്നത്തെ കാർബ്സും ഫാറ്റും ഓൾറെഡി ഹിറ്റായി കഴിഞ്ഞു. ഇനി ആവശ്യം പ്രോട്ടീനാണ്. അതിനായിട്ട് 8 എഗ് വൈറ്റാണ് ഞാൻ എടുത്തത്. മുട്ടയുടെ വെള്ളയിൽ നിന്നും മഞ്ഞ വേർതിരിക്കാൻ പലരും സ്ട്രഗിളിനെ കണ്ടിട്ടുണ്ട്. എല്ലാ ജിമ്മന്മാർക്കും അതോടൊപ്പം തന്നെ പാചകം ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന ഒരു ട്രിക്കാണിത്. ഒരു ബോട്ടിൽ എടുത്തിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ അതിനെ സ്ക്വീസ് ചെയ്തതിനു ശേഷം പതുക്കെ മുട്ടയുടെ മഞ്ഞ വലിച്ചെടുക്കാവുന്നതാണ്. ഒരു നോൺ സ്റ്റിക്ക് ദോശ തവയിൽ ഒരല്പം ഒലിവ് ഓയിലും ജസ്റ്റ് ഒന്ന് പുരട്ടിയതിനു ശേഷം അതിൽ ഈ മുട്ടയുടെ വെള്ളം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ദോശ കണക്കുള്ള മുട്ട റെഡിയാക്കി എടുത്തത്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് അതിനെ കഴിച്ചു. ബട്ട് സ്റ്റിൽ ഇനിയും പ്രോട്ടീൻ എനിക്ക് റീച്ച് ആകുന്നുണ്ടായിരുന്നു. കാർബ്സും ഫാറ്റും കൂടാതെ പ്രോട്ടീൻ കഴിക്കണമെന്നുള്ളതുകൊണ്ട് എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു സൊല്യൂഷൻ വേ പ്രോട്ടീൻ ആയിരുന്നു. അങ്ങനെ മസിൽ ബ്ലേസിൻ്റെ ഒരു സ്കൂപ്പ് വേ കൂടെ എടുത്ത് ഇന്നത്തെ ഡേ ഞാൻ അവസാനിപ്പിച്ചു.